നിയമസഭയിൽ പരമാവധി ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി കളം പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലൈംഗിക പീഡന പരാതികളിലെ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരേണ്ടതില്ലെന്ന വി.ഡി. സതീശന്റെ നിലപാടിന് വഴങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ചെന്നുപെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ വ്യാപ്തിയിൽ പാർട്ടിക്ക് ഇപ്പോഴും പൂർണ്ണമായ വിവരങ്ങളില്ല. എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ആരോപണങ്ങൾ വന്നേക്കാമെന്ന സ്ഥിതി നിലവിലുണ്ട്. ഏറ്റവും ഒടുവിൽ വിരമിച്ച IAS ഉദ്യോഗസ്ഥയ്ക്ക് പോലും രാഹുൽ അശ്ലീൽ സന്ദേശം അയച്ചു എന്ന ആക്ഷേപവും പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും രാഹുൽ സഭയിൽ വരാൻ പാടില്ലെന്ന കർക്കശമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. ജനകീയ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ തയ്യാറെടുക്കുമ്പോൾ രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഭരണപക്ഷം എടുത്തലക്കുമെന്ന ഭീതി നിലവിലുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കണമെന്ന നിലപാടാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം MLA-മാരുടേതും. എന്നാൽ എ ഗ്രൂപ്പിലെ ചിലർക്ക് രാഹുൽ സഭയിൽ വരുന്നതിൽ കുഴപ്പമില്ല എന്ന സമീപനമാണ് ഉള്ളത്. പ്രത്യേകിച്ചും KC ജോസഫ്, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവർക്ക് ഈ സമീപനമാണ്. ഇവരാണ് രാഹുൽ സഭയിൽ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവർക്കൊപ്പം ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ചേർന്നിട്ടുണ്ട്. തന്നെ ധിക്കരിച്ച് സഭയിൽ സ്ഥിരമായി വന്നിരിക്കാൻ ശ്രമിച്ചാൽ നിലപാട് വിശദീകരിക്കുന്നതോടൊപ്പം പരാതികളുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതനാവുമെന്ന് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കോൺഗ്രസിലെ ഉള്ളറകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ നാറ്റക്കഥകൾ പുറത്തു വരുമെന്ന അവസ്ഥ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമെന്ന സ്ഥിതി നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഇതോടെയാണ് എ ഗ്രൂപ്പ് പത്തിമടക്കി കീഴടങ്ങിയത്. CPM-ലെ പീഡകരുടെ കഥ പറഞ്ഞ് പ്രതിരോധിക്കുന്നതിനേക്കാൾ കോൺഗ്രസ് എടുത്ത ധീരമായ നിലപാടിനൊപ്പം നിൽക്കുന്നതാണ് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നതെന്ന സതീശന്റെ നിലപാടിനോടൊപ്പമാണ് AICC നേതൃത്വം. പ്രത്യേകിച്ചും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി. തന്റെ നിലപാട് വിശദീകരിക്കാൻ അനുമതി തേടി രാഹുൽ കാണാൻ ശ്രമിച്ചെങ്കിലും ദീപാദാസ് മുഖം തിരിച്ച് എന്നാണ് അറിയുന്നത്. മുതിർന്ന വനിതാ കോൺഗ്രസ് നേതാക്കളോട് പോലും മോശമായ വിധത്തിൽ രാഹുൽ പെരുമാറിയെന്ന വിവരം അവരെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച മേൽക്കൈ ലൈംഗിക ആരോപണങ്ങളിലൂടെ ഇല്ലാതാക്കിയെന്ന പൊതുവികാരം പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമാണ്. അതിലുപരി പറ്റിപ്പോയ തെറ്റിൽ ലേശം പോലും പശ്ചാത്താപം പ്രകടിപ്പിക്കാൻ തയ്യാറാവാത്ത രാഹുലിന്റെ നിലപാടിനോട് അമർഷവുമുണ്ട്. രാഹുൽ ചെന്നുപെട്ടിരിക്കുന്ന ആരോപണങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് അയാളെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളില്ല. സോഷ്യൽ മീഡിയയിലെ ലവും ലൈക്കും വോട്ടായി മാറില്ലെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ. രാഹുലിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ഉണ്ടായിരുന്ന M സ്വരാജ് നിലമ്പൂരിൽ 8 നിലയിൽ പൊട്ടിയ ഉദാഹരണം രാഹുൽ വിരുദ്ധചേരി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ പുതിയ ചേരിപ്പോരും മറ്റും നമ്മൾ കാണുന്നത്.